ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ 14-ാം മത്സരത്തിൽ പഞ്ചാബ് FCയെ നേരിടും. വൈകിട്ട് 7:30 കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക. കളിച്ച കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോൽവിയോടെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ഈ സീസണിൽ തോൽവി അറിയാത്ത കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനെ തോൽപ്പിച്ചതിന്റെ കോൺഫിഡൻസിലാണ് പഞ്ചാബിന്റെ വരവ്. ഇവാനാശാൻ പറഞ്ഞതുപോലെ വളരെ നിർണായകമായ മത്സരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പിലും നിർണായകമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ പരിക്കുമാറി ജീക്സൺ ഫ്രെഡി, വിപിൻ എന്നീ താരങ്ങൾ മടങ്ങി വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ശുഭവാർത്തയാണ് മുന്നിലുള്ളത്. പഞ്ചാബിനാണെങ്കിൽ പരിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് പോകുമ്പോൾ 4-4-2 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും, ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി പ്രീതം കോട്ടാലും, 2 സെന്റർ ബാക്കുകളായി മിലോസ് ലെസ്കോ കോംബോയും, മിഡ്ഫീൽഡിൽ പരിക്കുമാറി വിപിൻ ജീക്സൺ എത്തിയിട്ടുണ്ടെങ്കിലും പരിക്കുമാറി വരുന്ന ആദ്യ മാച്ചായതുകൊണ്ട് തന്നെ മുഴുനീളം കളിപ്പിക്കുമോ എന്നത് സംശയമാണ്. പകരക്കാരന്റെ റോളിൽ ഇരു താരങ്ങളെയും പ്രതീക്ഷിക്കാം. അപ്പോൾ അസ്ഹർ ദാനിഷും 2 വിങ്ങുകളിലുമായി ഐമനും, സസ്പെൻഷൻ കഴിഞ്ഞു വരുന്ന രാഹുലും, മുന്നിൽ പെപ്രയ്ക്ക് പകരമായി കഴിഞ്ഞ മത്സരത്തിലെ 15 മിനിറ്റ് കൊണ്ട് തന്നെ ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് കാണിച്ച ഫെഡോറുമായിരിക്കും ഇറങ്ങുക. അപ്പോൾ മുന്നേറ്റത്തിൽ ദിമി ഫെഡോർ ഒരു പുതിയ കോംബോയും ഇന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മികച്ച തിരിച്ചുവരവ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.